ഇത് പുതു സ്റ്റൈലിൽ ചിന്ന ചിന്ന കലാപരിപാടികളുമായി നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരയാത്ര വീണ്ടും ഹൈക്കോടതിയിലേക്ക്. വിവിധ വിഷയങ്ങളിൽ നീതി ലഭിക്കുന്നതിനായി ഞങ്ങൾ ഹൈക്കോടതിയുടെ സഹായം തേടിയപ്പോൾ അവർ ഞങ്ങളെ കീഴ്ക്കോടതിയിലൂടെ കറക്കി തിരിച്ച് വർഷങ്ങൾ പാഴായതല്ലാതെ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. ലീഗൽ സർവീസസ് അതോറിറ്റിയും ഗവൺമെൻറ് വക്കീലും ഞങ്ങളെ കൈവിട്ടപ്പോൾ ഞങ്ങളുടെ പരാതികൾ ഹൈക്കോടതി ന്യായാധിപരിലേക്ക് എത്തി എത്രയും വേഗം ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ സമരം നടത്തിയത്. അസ്ഥിയുടെ തേയ്മാനം കാരണം കൂലിപ്പണി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ. സ്വന്തമായി വീടും സ്ഥലവും ഞങ്ങൾക്കില്ല. വാടക വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും എൻ്റെ കുട്ടികളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാനും ഒരുപാട് പണം എനിക്കാവശ്യമായതിനാൽ ആദ്യപടി എന്നോണം എൻ്റെ ഒരു കിഡ്നി കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഒരു നല്ല കാര്യത്തിനായി എൻ്റെ കിഡ്നി കൊടുക്കുമ്പോൾ ശേഷിക്കുന്ന എൻ്റെ ജീവിതകാലം വരെയും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ എനിക്ക് ജീവിച്ച് മരിക്കാം. ഈ കാര്യത്തിൽ നല്ലവരായ നിങ്ങളേവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്കുണ്ടാകണമെന്ന് വളരെ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ കിഡ്നി ആവശ്യമുള്ളവർ 96 45 77 22 62 ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. ഞങ്ങളെക്കുറിച്ച് അറിയണമെന്നുള്ളവർ സ്വാമിനാഥൻ സ്നേഹമല ഫേസ്ബുക്ക്, സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബ് ചാനൽ, സ്നേഹാലയ വേൾഡ് ഫാമിലി ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കാണുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് ജനകോടികളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക. ഹൈക്കോടതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് 2 തവണ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജഡ്ജിക്ക് മുൻപിൽ ഹാജരാക്കാതെ പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് 2026 മാർച്ച് 10 ഞങ്ങൾ നിയമസഹായ കേന്ദ്രമായ ഖൽസയുടെ ഓഫീസിൽ ചെന്നപ്പോൾ വീണ്ടും പുലിമടയിൽ അകപ്പെട്ട അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഖൽസയുടെ ഓഫീസിനുള്ളിൽ എനിക്കുണ്ടായ അവസ്ഥയെക്കുറിച്ചുള്ള വീഡിയോ ഇപ്രകാരമാണ്. ഹായ്, ഞങ്ങളിപ്പോൾ ഹൈക്കോടതി നിയമസഹായ വേദിയിലെ ഖൽസയുടെ ഓഫീസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ കണ്ടോ, ഞങ്ങളിവിടെ വന്നപ്പോൾ വക്കീലുമാർക്ക് സമയം 2.5 മിനിറ്റുള്ളൊരു വീഡിയോ വരെ ആർക്കും വക്കീലിനെ കാണാൻ സമയമില്ല. വക്കീൽ നമ്മളൊരു വീഡിയോ വെച്ചാലും ഫോൺ വിളിക്കുന്നു, അലസമായി ചോദിക്കുന്നു, പരാതി നോക്കാൻ പോലും സമയമില്ല. നമ്മൾ പലപ്പോഴും ഞാൻ മാനസികമായി തളരുക. കാരണം ചൂടാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ വളരെ ദയനീയമായൊരു അവസ്ഥയാണ്. ഇതിനകത്ത് പ്രധാന ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ മൂവാറ്റുപുഴ കോടതി സമരം ചെയ്തപ്പോൾ ഇവിടുത്തെ ജഡ്ജിയെ വിളിച്ചു വരുത്തി മൂവാറ്റുപുഴ നിയമസഹായ വേദിയുടെ സെക്രട്ടറി മുഴുവൻ രേഖയും കൊടുത്ത് തിരുക്കുറലും കൊടുത്ത് ഇത് പഠിച്ചിട്ട് എത്രയും വേഗം നടപടി എടുക്കാമെന്ന് ഉറപ്പ് തന്ന ഒരു മാഡമുണ്ട് ജഡ്ജി. ആ ജഡ്ജിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിയമസഹായ വേദിയുടെ സെക്രട്ടറിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അത് തിരക്കായിരിക്കും. ആ ജഡ്ജിയെ കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ട്. അതുകൊണ്ട് ആ ജഡ്ജിയെ ഇവർ വിളിക്കാനും തയ്യാറാകണം. ജില്ലാ കളക്ടർ നിയമലംഘനം നടത്തിയിരിക്കുന്നു, റൂറൽ SP നിയമലംഘനം നടത്തിയിരിക്കുന്നു, DVSP നടത്തിയിരിക്കുന്നു. ഇവരെ പേടിച്ചിട്ടാണോ? ഞങ്ങളെ പാവങ്ങളായതുകൊണ്ട് എന്തും ചെയ്യാമെന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഞങ്ങളെ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങില്ല. പടതി അടിച്ചു മാറ്റാൻ ഞങ്ങൾ ഇറങ്ങില്ല. ഓക്കെ, ബായ്. മാനവ നന്മയ്ക്കായി ഞാൻ വാങ്ങിയ 7 സെൻറ്റ് സ്ഥലത്തുള്ള എൻ്റെ കെട്ടിടത്തിന് മുന്നിൽ കറുത്ത പടുത കൊണ്ട് മറച്ച എൻ്റെ എതിർകക്ഷികൾ വീണ്ടും എന്നെ മഹാ അപകടത്തിലേക്ക് വലിച്ചഴിച്ച സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ സഹിതം കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഖൽസയുടെ ഓഫീസിൽ ചെന്നത്. ഓഫീസിനുള്ളിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചുള്ള വീഡിയോ പിടിച്ചു കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവർ പോലീസിനെ വിളിച്ചു വരുത്തി. ഉടൻ തന്നെ ഖൽസയുടെ ഓഫീസിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളുടെ പരാതികൾ ജഡ്ജിയിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും നിയമ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നതിനിടയിൽ പോലീസ് വാഹനം ഞങ്ങളുടെ അടുക്കൽ നിർത്തി. പോലീസ് ഞങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കാതെ അവരുടെ ശ്രമം എന്തായിരുന്നുവെന്ന് ശ്രീകുട്ടി പറയും. ഒരു പോലീസ് ചേട്ടൻ്റെ അരക്കെട്ടിൽ പിടിച്ചുകൊണ്ട് കേരള വണ്ടിയിൽ എന്ന് പറഞ്ഞ് 2 അടി മുന്നോട്ട് കൊണ്ടുപോയി. പിടിവലി വേണ്ട സാറേ, ഞങ്ങൾ കോടതിയിൽ സമരം ചെയ്യാൻ വന്നതല്ല, ജഡ്ജിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. കോടതിക്ക് മുന്നിൽ സമരം ചെയ്തതിന് അച്ഛനെ കൊണ്ടുപോയി തല്ലിച്ചതയ്ക്കാനുള്ള ശ്രമമായിരുന്നു പോലീസ് നടത്തിയത്. ഇനിയുള്ള കോടതി സമരങ്ങളിൽ അച്ഛനെ പോലീസ് കൊണ്ടുപോയാൽ അച്ഛനോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. അച്ഛനെ ഇവർ കൊല്ലും.
ഹൈക്കോടതി മുഖേന ശ്രീകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഉടനടി കിട്ടുന്നതിന് വേണ്ടിയാണ് വിവിധ വിഷയങ്ങളടങ്ങിയ ഞങ്ങളുടെ സമരയാത്ര. കരിമണ്ണൂർ പഞ്ചായത്ത് സമരത്തിൽ ശ്രീകുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഇപ്രകാരമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ല തൊടുപുഴ താലൂക്ക് കരിമണ്ണൂർ പഞ്ചായത്തിന് സമീപമാണ്. ശ്രീകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായി 2.5 വർഷക്കാലം ഞങ്ങൾ കരിമണ്ണൂർ പഞ്ചായത്ത് കയറിയിറങ്ങിയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ 2023 ജൂൺ 30 ഞങ്ങൾ കരിമണ്ണൂർ പഞ്ചായത്ത് സമരത്തിലാണ്. ബഹുമാനപ്പെട്ട കരിമണ്ണൂർ പഞ്ചായത്ത് സെക്രട്ടറി, പേര് ചേർക്കാത്ത എൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ ശ്രീകുട്ടി എന്ന എൻ്റെ പേര് ചേർക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ന്യായവും സത്യവും നന്മകളും അടങ്ങിയ ഞങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള ഹൈക്കോടതി സമരത്തെ എതിർക്കാനും തടയാനും ശ്രമിക്കുന്നവർ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് കാണുക. ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ എല്ലാം വിശദമായി പഠിക്കുമ്പോൾ ഞങ്ങളോട് കാട്ടുന്ന കൊടും ക്രൂരത എത്രമാത്രമാണെന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക. കോടതിയെയും ന്യായാധിപരെയും ഞാൻ ബഹുമാനിക്കുന്നു. വിവിധ വിഷയങ്ങളടങ്ങിയ പരാതികൾ ഈ ഫയലിനുള്ളിലാക്കി ന്യായാധിപരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഹൈക്കോടതിക്ക് മുന്നിൽ സമരം ചെയ്യുന്നത്. പട്ടിപുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന ഉറച്ച നിലപാടാണ് നിയമസഹായ വേദിയും വക്കീലും പോലീസും എടുത്തിരിക്കുന്നത്. ഈ ഫയലുകൾ ന്യായാധിപരിലേക്ക് എത്തിക്കാൻ ഹൈക്കോടതി സമരം ഞങ്ങൾ തുടരും. എല്ലാം വിശദമായി പഠിച്ച് ജഡ്ജി നൽകുന്ന നീതിയോ ശിക്ഷയോ എന്തായിരുന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പ്രപഞ്ചം നിറഞ്ഞ സ്നേഹത്തോടെ സ്നേഹാലയ വേൾഡ് ഫാമിലി.